ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അടുത്ത വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ഇമ്മ്യൂണിറ്റി ഡ്രിങ്ക് ആയിട്ടുള്ള ടർമറിക് ടീ ആണ്, നമ്മുടെ മഞ്ഞൾ ടീ ആണ്. അപ്പോൾ കുറേ നാളായി ഇത് കുടിച്ചു തുടങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നു. പക്ഷേ എന്നും പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ നീട്ടി കൊണ്ടുപോയതാണ്. പക്ഷേ നമ്മുടെ ഭാഗത്തൊക്കെ ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്തൊക്കെ കണ്ടെയ്ൻമെൻറ്റ് സോണാണ്, കൊറോണ എന്നും കൂടി വരികയാണ്. അപ്പോൾ നമുക്കും ഇങ്ങനെ ചെറുതായി പേടിയൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഞങ്ങളും വിചാരിച്ചു എന്നാൽ ഇതൊക്കെ ഒന്ന് കുടിച്ചു തുടങ്ങാം. അങ്ങനെയാണ് ഇത് തുടങ്ങാൻ തീരുമാനിച്ചത്. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഞ്ഞൾ പറിച്ചു, തുളസിയില പറിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഫ്രഷായിട്ട് ഇതുപോലെ മഞ്ഞൾ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ടിട്ടും നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് 2 ഗ്ലാസ് മഞ്ഞൾ ടീ ആണ്. അതിനൊരു ചെറിയ കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി ആണെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. മഞ്ഞൾ നന്നായി ചതച്ചെടുക്കുക. അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും കൂടി ഇട്ട് നന്നായി ചതച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മഞ്ഞളും ഇഞ്ചിയും നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 4 മണി കുരുമുളകാണ്. എരിവ് ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതും ഇതുപോലെ നന്നായി ചതച്ചെടുക്കുക. ഇനി നമുക്ക് ചായ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും കൂടി പറയാം. മഞ്ഞൾ ഒരു ചെറിയ കഷ്ണം നന്നായി ചതച്ചത്, പിന്നെ ഒരു 2-3 തുളസി ഇല, പിന്നെ ഒരു ചെറിയ കഷ്ണം ജാഗരി ശർക്കരയാണ്. അപ്പോൾ അത് നമുക്ക് ചക്കര ഇടാം കേട്ടോ, അതാകുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ്. അതുപോലെ തന്നെ കുരുമുളക് ചതച്ചത്, ഇഞ്ചി ചതച്ചത്, പിന്നെ ചെറുനാരങ്ങ. ഇതെല്ലാം ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് വളരെ നല്ല കാര്യങ്ങളാണ്. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് മഞ്ഞളും ഇഞ്ചിയും കുരുമുളകും തുളസിയിലയും ശർക്കരയും ഒക്കെ കൂടി ഇട്ട് കൊടുക്കാം. ശർക്കര ഞാൻ മുഴുവനോടെ തന്നെ ഒരു ചെറിയ കഷ്ണമാണ് ഇടുന്നത്. അത് ഉരുക്കിയിട്ട് ശർക്കരപ്പാനിയായിട്ട് ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായി തിളയ്ക്കണം. അതിൽ കിടന്നിട്ട് ആ ശർക്കരയൊക്കെ ഉരുകിപ്പൊക്കോളും. അത് കുറച്ച് നേരം നന്നായി തിളയ്ക്കുമ്പോൾ ഇഞ്ചി മഞ്ഞൾത്തിയും ഒക്കെ നീര് അതിൽ പിടിക്കും. കുറച്ച് നേരം തിളയ്ക്കുമ്പോൾ അതിൻ്റെ കളർ തന്നെ ചേഞ്ച് ആവും കേട്ടോ, നല്ല ഡാർക്ക് യെല്ലോ കളറിലേക്ക് മാറും. ഒരു 5 മിനിറ്റ് നന്നായി കിടന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീ റെഡിയായി. അതിന് ശേഷം നന്നായി അരിച്ച് ഒരു ഗ്ലാസ്സിലോട്ട് നമുക്ക് മാറ്റാം. അവസാനമായിട്ട് നമുക്ക് നമ്മുടെ നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ ഒരു ചെറിയ പുളിയും മധുരവും ഒക്കെ ആയിട്ട് നമുക്ക് ആ മഞ്ഞളുടെ കുത്തൊന്നും തോന്നില്ല. ഒരുപാട് പേർക്ക് ഇങ്ങനെ നല്ല മഞ്ഞളും തുളസിയിലയും ഒന്നും കിട്ടാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഓർഗാനിക്കായിട്ട് ഇതിൻ്റെ പൊടി മഞ്ഞളും തുളസിയിലും ഒക്കെ ചേർത്തിട്ടുള്ള ടീ പൗഡർ നമുക്ക് അവൈലബിൾ ആണ് ആമസോണിലൊക്കെ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം ഞങ്ങളിതാ ഇത് കുടിച്ചു തുടങ്ങി. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് വെറും വയറ്റിൽ കുടിക്കാനാണ് അവർ പറയുന്നത്. ഒരുപാട് വലിയ ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ, പക്ഷെ നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പ്രതിരോധശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് കുടിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇത് കുടിക്കാൻ ശ്രമിക്കുക, കുടിച്ചു തുടങ്ങുക. അപ്പോൾ എല്ലാവരും സേഫായിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ.